ഹലോ, എല്ലാവർക്കും SR കറിവേടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാർട്ടികളിൽ വിളമ്പാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലായാലും ഈവനിങ് സ്നാക്സായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ഒരു ബൗളിലേക്ക് അര സവോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഹാഫ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, രണ്ട് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ബോയിൽഡ് പൊട്ടറ്റോ മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, അര ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ. ഇനി വേണ്ടത് കുറച്ച് ബീഫ് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്താണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. അങ്ങനെ അരച്ചത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ബ്രെഡ് ക്രംസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ വേണം എടുക്കാൻ. ബാക്കിയുള്ളതും ചെയ്തെടുക്കുക ഇതുപോലെ. ഇപ്പം മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. ഇനി ഓരോ ബോൾസ് എടുത്ത് ഇതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നാൽ ഇത് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗമായ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ കളറായി വന്നാൽ കോരിയെടുക്കുക. നല്ല ക്രിസ്പി സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക്